ഞാൻ ചോദിക്കട്ടെ, ഈ കോർപ്പറേറ്റ് മുതലാളിമാരോട് നിങ്ങൾക്ക് വലിയ പുച്ഛമാണല്ലേ? കോർപ്പറേറ്റ് മുതലാളിമാരുടെ പുച്ഛമാണെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ തുടങ്ങിയ എക്സാലോജി കമ്പനി ഏത് തരം സ്വഭാവത്തിലുള്ളതാണ്? അതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ ആണെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ ടേം ഏത് തരം വ്യവസ്ഥയുടെ കമ്മ്യൂണിസ്റ്റ് പദമാണോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സോഷ്യലിസ്റ്റ് പദമാണോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതൊരു കോർപ്പറേറ്റ് മുതലാളി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ബിസിനസ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരു പദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സനോജ് പറയണം, അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള ഒരു പദമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തെളിവ് സഹിതം പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ ഞാൻ സമ്മതിക്കാം. ഇനി അടുത്തത് താങ്കൾ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോൺഗ്രസ് പണം ആർജിച്ചു എന്ന്. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരു നിയമ സംവിധാനത്തിലൂടെ പണം കിട്ടി. പക്ഷെ ആ സംവിധാനത്തിന് അതിന്റെ സുതാര്യതയിൽ സംശയമുള്ളതുകൊണ്ട് ഞങ്ങൾ എതിരായിരുന്നു. പക്ഷെ അത് പ്രകാരം ഈ രാജ്യത്ത് പണം കിട്ടിയതിൽ ആം ആദ്മി പാർട്ടിയുണ്ട്. ആ ആം ആദ്മി പാർട്ടിക്ക് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ. ഇനി അതുവരെ പണം കിട്ടിയ DMK ഉണ്ട് തമിഴ്നാട്ടിലെ. ആ DMKക്ക് കിട്ടിയതിൽ നിന്ന് നിങ്ങളും കടം വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ DMKക്ക് കിട്ടിയ പണം ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയതാണോ എന്ന് ബോധ്യപ്പെട്ട് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണോ നിങ്ങൾ മേടിച്ചത്, CPM മേടിച്ചത്? അപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് ഇല്ലല്ലോ. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഒന്നും പറഞ്ഞ് നിങ്ങൾ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഏറ്റവും പുത്തൻ ആളുകളായി കൂട്ടുകാരായിട്ടുള്ള കേരളത്തില് പിണറായി വിജയന് മാത്രം അത് പറയാൻ അവകാശമില്ല. പിണറായി വിജയൻ പാർട്ടിക്കും പറയാൻ അവകാശമില്ല. ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ മുതലാളിത്ത പാർട്ടി ആരാ? നിങ്ങളാ? അല്ലെങ്കിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനമായിട്ടുള്ള ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ കണ്ടില്ലെന്ന് നടിച്ച് നിങ്ങൾ KV തോമസിനെ പോലുള്ള ആളുകൾക്ക് ഓണറേറിയം യാത്രാപത്തയും കൂട്ടിക്കൊടുക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ കോർപ്പറേറ്റ് മുതലാളികളെ കുറിച്ചൊന്ന് പുച്ഛിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. മാത്രമല്ല, ഈ ഒറ്റ കാര്യം ചോദിക്കട്ടെ അജീംസെ, ഈ വിഴിഞ്ഞം പദ്ധതി അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഉണ്ടായിട്ട് ഇവർ തുടർന്നു എന്നല്ലേ പറയുന്നത്? നിങ്ങൾ ഇപ്പോഴും പറയുന്നു ആ പദ്ധതിക്ക് പോരായ്മയുണ്ടെന്ന്. അത് സ്വപ്ന പദ്ധതിയാണെന്ന് അവകാശപ്പെട്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ അത് ഞങ്ങളുടെ മാത്രമാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയന്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്ത് പോയി കടലിൽ ചാടി കേരളത്തിലെ മുഴുവൻ ഓന്തുകളും ചത്തിട്ടുണ്ടാവും. തിരുവനന്തപുരത്തെ മൃഗശാലയിലെ കാണ്ടാമൃഗം സ്വന്തം തോലുരിഞ്ഞ് AKG സെന്ററിന്റെ പടിക്കെട്ടിൽ കൊണ്ടുപോയി വെച്ച് നമസ്കരിച്ചിട്ടുണ്ടാവും. ആ കാലത്താണ് ഇവർ പറയുന്നത് ഇപ്പോഴും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നമുണ്ടെന്ന്. എങ്കിൽ അത് നിങ്ങളുടെ സ്വപ്ന പദ്ധതിയായിട്ട് നിങ്ങൾ പറയരുത്. ആ പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ട് കേരളത്തിൽ നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതി എന്ന് ഞങ്ങൾ അഭിമാന പുരസ്കാരം പറയും. അതിന്റെ കുറവുകളും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ അതിന്റെ കുറവ് ഏറ്റെടുക്കാൻ, അതിന്റെ മേന്മ മാത്രം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ